ഈ വാക്ക് കണ്ടോ, പിറ്റ്ഫോൾ. നമ്മുടെ സ്പോക്കൺ ലാംഗ്വേജിൽ ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് പിറ്റ്ഫോൾ. എന്താണ് പിറ്റ്ഫോൾ? പിറ്റ്ഫോളിൻ്റെ യഥാർത്ഥ അർത്ഥം വാരിക്കുഴി എന്നാണ്. ഇവിടെ പിറ്റ്ഫോൾ ഏകദേശം അതേ അർത്ഥത്തിലാണ്. നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയാത്ത അപകടങ്ങൾ, പരാജയങ്ങൾ, ചതിക്കുഴികൾ എന്നുള്ള അർത്ഥത്തിലൊക്കെ തന്നെയാണ് ഇവിടെയും പിറ്റ്ഫോൾ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് സെൻറ്റൻസസിൽ ഉപയോഗിക്കുക? ഇഗ്നോറിങ് ബേസിക്സ് ഈസ് എ മേജർ പിറ്റ്ഫോൾ വെൻ ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ്. ഒരു പുതിയ ഭാഷ പഠിക്കുന്നതിലുള്ള അപകടം എന്താണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം നമ്മൾ അറിയാതെ പോവുക എന്നുള്ളതാണ്. എ മേജർ പിറ്റ്ഫോൾ ഇൻ ദ വർക്ക് പ്ലേസ് ഈസ് ദ പുവർ കമ്മ്യൂണിക്കേഷൻ. ജോലി സ്ഥലത്തെ ഏറ്റവും കുഴപ്പം എന്താണെന്നാൽ അത് ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലെ കുറവാണ്. ഓവർ സ്പെൻഡിങ് ഈസ് എ കോമൺ പിറ്റ്ഫോൾ. അമിതമായി ചെലവഴിക്കുക എന്നുള്ളത് ഒരു സാധാരണ കുഴപ്പമാണ്. ലാക്ക് ഓഫ് ട്രസ്റ്റ് ഈസ് എ കോമൺ പിറ്റ്ഫോൾ ഇൻ മാരേജസ്. വിവാഹ ബന്ധങ്ങളിൽ സാധാരണ കാണുന്ന ഒരു അപകടമാണ് വിശ്വാസമില്ലായ്മ പരസ്പരമുള്ളത്. വൺ പിറ്റ്ഫോൾ ഓഫ് സോഷ്യൽ മീഡിയ ഈസ് ദ കോൺസ്റ്റൻറ്റ് കമ്പാരിസൺ. സോഷ്യൽ മീഡിയയുടെ ഒരു കുഴപ്പം, അതിങ്ങനെ എപ്പോഴും മറ്റുള്ളവരെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ തന്നെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ബി അവെയർ ഓഫ് ദ പോസിബിൾ പിറ്റ്ഫോൾസ് ബിഫോർ സ്റ്റാർട്ടിങ് എ ബിസിനസ്. ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് വരാവുന്ന അപകടങ്ങളെക്കുറിച്ച് നല്ല ബോധമുണ്ടായിരിക്കണം. ദിസ് ഗൈഡ് ഹെൽപ്സ് ബിഗിനേഴ്സ് ടു അവോയ്ഡ് പിറ്റ്ഫോൾസ്. ഈ ഗൈഡ് നല്ലതാണ് തുടക്കക്കാർക്ക് പിന്നീടുള്ള കുഴപ്പങ്ങളൊക്കെ ഒഴിവാക്കാൻ. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പിറ്റ്ഫോൾസ് ഇൻ ലൈഫ് ഈസ് നോട്ട് ലേണിംഗ് ഫ്രം യുവർ മിസ്റ്റേക്സ്. നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നില്ല എന്നുള്ളതാണ് ജീവിതത്തിൽ സാധാരണ സംഭവിക്കുന്ന ഒരു അപകടം. അണ്ടർസ്റ്റാൻഡിങ് ദീസ് പിറ്റ്ഫോൾ ക്യാൻ സേവ് യു ഫ്രം ഫ്യൂച്ചർ ട്രാപ്സ്. ഈ അപകടങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളെ ഭാവി കെണികളിൽ നിന്ന് രക്ഷിക്കാൻ ഉപയോഗിക്കും. പിറ്റ്ഫോൾ എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ ഈ ആനകളെ, മറ്റ് മൃഗങ്ങളെയൊക്കെ വീഴ്ത്താനുള്ള വാരിക്കുഴിയില്ലേ, പിറ്റ്ഫോൾ, അത് തന്നെ. ഇത് ഈ അർത്ഥങ്ങളിലാണ് ഉപയോഗിക്കുക. ഓക്കെ, താങ്ക് യു.